കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലേഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഏറെ കഷ്ടപ്പെട്ട് വളർത്തുന്ന ചെടികളിലും പച്ചക്കറികളിലും കീടങ്ങൾ വന്ന് നശിക്കുന്നത് കാണുമ്പോൾ ശരിക്കും വിഷമം വരാറുണ്ട്. ഇനി കടകളിൽ നിന്നും വാങ്ങുന്ന രാസ കീടനാശിനികൾ അടിച്ച വിഷമുള്ള പച്ചക്കറികൾ കഴിക്കാനും നമുക്ക് പേടിയാണ്. നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ജൈവ കീടനാശിനികളെ പറ്റി ഒരുപാട് വീഡിയോകൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പലർക്കും അത് തയ്യാറാക്കിയെടുക്കാനുള്ള സമയക്കുറവും അതിൽ ചേർക്കേണ്ടുന്ന ചേരുവകൾ കിട്ടാതെ വരികയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഏറ്റവും ഫലപ്രദമായ ഒരു കീടനാശിനി, അതും പലവിധ കീടങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കീടനാശിനിയെ പരിചയപ്പെടുത്തുകയാണ് ഇന്ന്. ഈ ഒരു ജൈവ കീടനാശിനി പരിസ്ഥിതിക്കും നമുക്കും ഒട്ടും ദോഷമില്ലാത്ത ഒരു സൂപ്പർ ഹീറോയാണ്. നിംബിസിഡിൻ എന്നാണ് കീടനാശിനിയുടെ പേര്. ഇത് വളം വിൽക്കുന്ന കടകളിലും കീടനാശിനി വിൽക്കുന്ന കടകളിലും ലഭ്യമാണ്. 100 ml ചെറിയൊരു ബോട്ടിൽ വാങ്ങിച്ചാൽ അടുക്കളത്തോട്ടം ഒരുക്കുന്നവർക്കെല്ലാം 100% ഉപകാരപ്പെടുന്നത് തീർച്ചയാണ്. വേപ്പെണ്ണ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ഒരു മികച്ച ജൈവ കീടനാശിനിയാണ് നിംബിസിഡിൻ. മുളക് ചെടിയെയും വഴുതിനയിലെയും തക്കാളി ചെടിയെയും ഒക്കെ നശിപ്പിക്കുന്ന വെള്ളീച്ച, ഇലപ്പേൻ, കരിപ്പേൻ, കമ്പിളിപ്പുഴുക്കൾ എന്നിവയൊക്കെ വളരെ എളുപ്പത്തിൽ ഇതുകൊണ്ട് നിയന്ത്രിക്കാൻ നമുക്ക് കഴിയും. രാസ കീടനാശിനിയെ പോലെ ഇത് പ്രകൃതിക്ക് ദോഷം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ചെടികളുടെ വളർച്ചയ്ക്ക് ഉപകാരികളായ ജീവികൾക്ക് നാശം സംഭവിക്കുകയുമില്ല. ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. 1 ലിറ്റർ വെള്ളത്തിലേക്ക് 2 മില്ലി മുതൽ 5 മില്ലി വരെ നിംബിസിഡിൻ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിനു ശേഷം ചെടികളുടെ ഇലകളുടെ 2 സൈഡിലും നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും ഫലപ്രദം. ഇത് ആഴ്ചയിൽ 1 തവണ വീതം ഉപയോഗിച്ചാൽ നിങ്ങളുടെ അടുക്കളത്തോട്ടം എപ്പോഴും നല്ല പച്ചപ്പോടെയും കീടശല്യമില്ലാതെയും ഇരിക്കും. ഇനി നിംബിസിഡിൻ എന്താണെന്ന് പറയാം. വേപ്പിൽ നിന്നും വേപ്പെണ്ണയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഒരു ജൈവ കീടനാശിനിയാണ് നിംബിസിഡിൻ. ഇതിൽ അടങ്ങിയിരിക്കുന്ന അസാഡിരാക്റ്റിൻ എന്ന ഘടകമാണ് കീടങ്ങൾക്ക് പണി കൊടുക്കുന്നത്. ഇത് പ്രാണികളെ നേരിട്ട് കൊല്ലുക മാത്രമല്ല ചെയ്യുന്നത്, കീടങ്ങളുടെ മുട്ടകൾ വിരിയുന്നവരെ ഇല്ലാതാക്കുന്നുണ്ട്. സാധാരണയായി വേപ്പെണ്ണ മിശ്രിതം ഉപയോഗിക്കുമ്പോൾ വേപ്പെണ്ണയിൽ സോപ്പ് ലായനി ചേർക്കേണ്ടി വരാറുണ്ട്. എന്നാൽ നിംബിസിഡിനിൽ സോപ്പ് ലായനി ചേർക്കണമെന്ന കാര്യമില്ല. ഇത് വെള്ളത്തിൽ എളുപ്പം കലർന്നു കിട്ടുന്ന ഒന്നാണ്. എങ്കിലും ഇലകളിൽ പറ്റിപ്പിടിക്കാനായി സ്വല്പം ഡിഷ് വാഷോ ലിക്വിഡ് സോപ്പോ ചേർക്കുന്നത് നല്ലത് തന്നെയാണ്. നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ രാസ കീടനാശിനികൾ ഒട്ടും ഉപയോഗിക്കാതെ നല്ല ശുദ്ധമായ പച്ചക്കറി നമ്മുടെ വീട്ടിൽ വിളയിക്കാൻ നിംബിസിഡിൻ നല്ല ഒരു സഹായകമാണ്. മാർക്കറ്റിലെ എല്ലാ വളം വിൽക്കുന്ന ഷോപ്പുകളിലും അഗ്രികൾച്ചറൽ നഴ്സറികളിലും ഇത് ലഭ്യമാണ്. കൃഷി ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും വീട്ടിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് നിംബിസിഡിൻ. രോഗബാധയുണ്ടെങ്കിൽ ആഴ്ചതോറും സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇനി രോഗം വരാതിരിക്കാനായിട്ട് 15 ദിവസത്തിലൊരിക്കലും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. മറ്റൊന്ന് ശ്രദ്ധിക്കാനുള്ളത്, ഇത് അടിച്ച് 2-3 ദിവസത്തേക്ക് പച്ചക്കറികൾ പറിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ജൈവമാണെങ്കിലും വേപ്പിൻ്റെ കയ്പ്പ് രസമുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതട്ടെ. ഈ ഒരു അറിവ് നിങ്ങളുടെ കൃഷി ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും, ഇനി ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ സഹകരിക്കുമല്ലോ. ഇനി കൂടുതൽ ടിപ്പുകളുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.